I am Dr. V.N. Mani. I'm a consultant dermatologist in Dr. Asha and Dr. Smile Clinic, based in NT from CSU. And I've been working as a dermatologist for the past 4 years. ഞാൻ ഇന്നിവിടെ പറയുന്നത് കെമിക്കൽ പീൽസിനെ പറ്റിയാണ്. കെമിക്കൽ പീൽസ് എന്ന് പറയുന്നത് ഒരു കോമൺ ഇപ്പോൾ ഒരു പ്രൊസീജിയറായി വരുവാണ്. മോസ്റ്റ്ലി എല്ലാവരും കേട്ടിട്ടുണ്ടാവും കെമിക്കൽ പീൽസിനെ പറ്റി. അതിനെപ്പറ്റി കുറച്ച് കൺസേൺസ് ഒക്കെ അഡ്രസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കെമിക്കൽ പീൽസ്? കെമിക്കൽ പീൽസ് എന്ന് പറഞ്ഞാൽ മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയർ, അതായത് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ടോപ്പ് ലെയറിനെ നമ്മൾ കെമിക്കലി ചെറുതായിട്ടൊന്ന് പീൽ ഓഫ് ചെയ്യും. പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പുതിയ സ്കിൻ അകത്തുനിന്ന് വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെയറിനെയാണെന്ന് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് കെമിക്കൽ പീൽസ് ഇന്ന് അവൈലബിൾ ആണ്. അത് പല ടൈപ്പിലുണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോരുത്തരുടെ ഇൻഡിക്കേഷൻ അനുസരിച്ച്, ഓരോരുത്തരുടെ സ്കിൻ പ്രോബ്ലംസ് അനുസരിച്ച് സ്കിൻ ഡോക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് അടുത്ത പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അവരുടെ സ്കിന്നിനെ അനലൈസ് ചെയ്ത് പ്രോബ്ലംസ് മനസ്സിലാക്കിയാണ് നമ്മൾ ഏത് ഏജന്റാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും കൂടുതൽ കോമൺ കൺസേൺ നമ്മൾ കണ്ടുവരുന്നത് പിമ്പിൾസ് ആണ്, അതായത് ആക്നെ. അത് ടീനേജ് ഏജിലുണ്ട്, അഡൽട്ട്സിലും ഉണ്ട് ആക്നെ. അപ്പൊ അതൊരു മേജർ കൺസേൺ ആയിട്ട് വരുന്നവർക്ക് നമുക്ക് ഇത് കൊടുക്കുന്ന മെഡിക്കേഷൻസിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്നെക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് പീൽസ് ആണ്. ഈ കെമിക്കൽ എന്നുള്ള വേർഡ് കെമിക്കൽ പീലിലുണ്ടെങ്കിലും ഈ ഏജൻസ് എല്ലാം നമ്മൾ നാച്ചുറൽ സോഴ്സസിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണിത്. സാലിസിലിക് ആസിഡ് ഒരു ട്രീയുടെ ബാക്കിൽ നിന്നാണ് എടുക്കുന്നത്. സോ നമ്മൾ ആ കെമിക്കൽ എന്നുള്ള വേർഡിനെ പറ്റി നമ്മൾ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ വായിക്കേണ്ട ആവശ്യമില്ല. സാലിസിലിക് ആസിഡ് ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കെമിക്കലാണ്. ഈ സാലിസിലിക് ആസിഡ് 30% ആണ് ആക്നെക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത്. ആക്നെ വരുമ്പോൾ ആക്നെ ലീഷൻസിന് മാത്രമല്ല, പിമ്പിൾസിന് മാത്രമല്ല, ആക്നെ സ്കാറുകൾക്കും ആക്നെ കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, പിമ്പിൾസ് ഒക്കെ വന്നു പോയി പക്ഷെ ചെറിയ മാർക്കുകൾ, ബ്ലാക്ക് സ്പോട്ട്സ് ഫേസിൽ ഇതായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ പീൽസും വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ അടുത്ത ഒരു കൺസേൺ നമ്മൾ ഫേസ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻ ആണ്. പിഗ്മെന്റേഷൻ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് റേസ് ചെയ്യുന്ന കൺസേൺ ആണ്. പല ടൈപ്പ് പിഗ്മെന്റേഷൻ ഉണ്ട്. ഡിഫ്യൂസ് പിഗ്മെന്റേഷൻ, സൺ ടാനിങ് കാരണം ഉണ്ടാകുന്ന ഡിഫ്യൂസ് പിഗ്മെന്റേഷൻ. പിന്നെ ഏതെങ്കിലും ഒരു ഡിസീസ് ലൈക്ക് ആക്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൻ ഡിസീസ് വന്നിട്ട് അതൊക്കെ ലീവ് ചെയ്യുന്ന മാർക്ക്, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പിഗ്മെന്റേഷൻ എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള മാർക്കുകളും നമുക്ക് കെമിക്കൽ പീൽസ് വഴി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഉള്ളത് ഈ പാർട്ടി പീൽസ് അവൈലബിൾ ആണ്. പാർട്ടി പീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റന്റ് ആക്ഷൻ തരും. നമുക്ക് ഫംഗ്ഷൻ ആക്ട് ചെയ്യണം. അതിൻ്റെ ഒരു 2-3 days മുന്നേ നമുക്കൊരു പാർട്ടി പീൽ ചെയ്യാറ്. അത് ലാക്റ്റിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡ് കേട്ടിട്ടുണ്ടാവുന്നത് നമ്മൾ പാൽ അല്ലെങ്കിൽ തൈരിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ സ്കിന്നിന് നല്ലൊരു ഗ്ലോ, പാർട്ടി ഏതെങ്കിലും ഒരു ഫംഗ്ഷന് മുന്നിൽ നമുക്കൊരു സ്കിൻ ബ്രൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിന്റെ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ പീൽസ് നമുക്ക് സെലക്ട് ചെയ്യും. ഈ പീൽ ചെയ്യുന്നതിന് മുന്നേ, പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. ഒരു പീൽ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻസ് നമ്മൾ ആദ്യത്തെ കൺസൾട്ടേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പീൽസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അഡ്വൈസ് നമ്മൾ കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിക്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതായത് സൺ പ്രൊട്ടക്ഷൻ ഇസ് എ മസ്റ്റ് ബിഫോർ ദ പീൽ ഓൾസോ. പീൽ ചെയ്യുന്നതിന് മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 weeks എങ്കിലും നന്നായിട്ട് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറയും. പിന്നെ ചില പേഷ്യൻസിൽ നമുക്കൊരു പ്രൈമിംഗ് ഏജന്റ് കൊടുക്കും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അത് പല ടൈപ്പിലെ പ്രൈമിംഗ് ഏജൻസ് ഉണ്ട്. കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെയുള്ള പ്രൈമിംഗ് ഏജൻസ് നമ്മൾ പേഷ്യൻസിനോട് അപ്ലൈ ചെയ്യാൻ പറയും. അതൊരു 4 to 6 weeks യൂസ് ചെയ്താൽ സ്കിന്നിനെ നമ്മൾ റെഡിയാക്കുവാണ്. പീലിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കിൻ പ്രൈമിംഗ് ഏജൻസ് കൊടുക്കാം. പിന്നെ ഓൺ ദ ഡേ ഓഫ് ദ പീൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ അതിന് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാതെ, സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഫ്രഷ് ഫേസ് ആയിട്ട് വരിക. നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ ഒന്നും ഉണ്ടാവുന്നത് നല്ലതല്ല. അപ്പം മേക്കപ്പ് അവോയ്ഡ് ചെയ്യുക. ഓൺ ദ ഡേ ഓഫ് ദ പീൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാം. പേഷ്യൻസ് ഡോക്ടറിന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നതിന്റെ ഒരു പ്രൊസീജിയറിന്റെ ചെറിയൊരു ഇത് ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ നമുക്ക് അപ്ലൈറ്റ് ലൈറ്റ് ഡൗൺ പൊസിഷൻ ചെയ്യുകയും 45 degree ഇൻക്ലിനേഷൻ ക്ലീൻ ചെയ്യുക ഫേസ്.
വിത്ത് സ്പിരിറ്റ് ആൻഡ് ആസിഡോ. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന പീല് ഒരു ലൈറ്റ് ലെയർ പേഷ്യൻസിന്റെ ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സിറ്റിങ്ങിനൊക്കെ ഒരു 3 to 4 minutes വെച്ച് ചെയ്തിട്ട് നമുക്ക് ഐസ് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തതായി. ഓക്കെ, അപ്പം ചില പേഷ്യൻസ് കുറച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലത്. അതായത് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ നമുക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ വീൽ എടുത്തിട്ട് കുറച്ചെടുത്ത് പേഷ്യന്റിന്റെ ഇയറിന്റെ പുറകില് അല്ലെങ്കിൽ 4 arms ചെറിയൊരു പാച്ച് ആയിട്ട് വെക്കുക. 4 minutes വാഷ് ചെയ്ത് കളയുക. 48 hours പേഷ്യൻസിന് റിയാക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും റെഡ്നെസ്സോ ഇച്ചിങ്ങോ ആ ഏരിയയിലുണ്ടെങ്കിൽ അലർജി ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യണം. യൂഷ്വലി ഈ പീൽസ് വളരെ മൈൽഡ് ആയത് കാരണം പേഷ്യൻസിന് റിയാക്ഷൻസ് ഉണ്ടാവുന്നത് വളരെ റെയർ ആണ്. അപ്പം പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ കൺസേൺ ആവേണ്ട കാര്യമില്ല. നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് പറയാം. നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് കോൾഡ് വാട്ടറിൽ പേഷ്യൻസിന്റെ ഫേസ് വാഷ് ചെയ്യണം. പിന്നെ പേഷ്യൻസ് അത് കഴിഞ്ഞൊരു 24 to 48 hours നമ്മൾ വേറെ സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യരുത്, വേറെ മേക്കപ്പോ ഒന്നും യൂസ് ചെയ്യരുത്. സൺസ്ക്രീൻ 24 hours ശേഷം സൺസ്ക്രീൻ മോയ്സ്ചറൈസർ പേഷ്യൻസിന് യൂസ് ചെയ്യാം. അല്ലി ഒരു 1 week അറ്റ്ലീസ്റ്റ് ഒരു 1 week എങ്കിലും ഹെവി മേക്കപ്പ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് ലൈക്ക് ഗ്ലൈക്കോളിക് ആസിഡ്, ഫോളിക് ആസിഡ്, റെറ്റിനോൾ ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് പേഷ്യൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 weeks എങ്കിലും അതൊന്ന് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ, മോയ്സ്ചറൈസിങ് ആഫ്റ്റർ 24 hours. ഇതാണ് പോസ്റ്റ് പീൽ കെയർ. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. കെമിക്കൽ പീൽസ് വളരെ സേഫ് ആണ്, വളരെ ഓർഗാനിക് ആണ്. ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് എല്ലാം നാച്ചുറൽ സോഴ്സസിൽ നിന്നുള്ള ഏജൻസ് ആണ്. അതുകൊണ്ട് പേഷ്യൻസ് അങ്ങനെ വറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് നമുക്ക് സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷെ പേഷ്യൻസിന്റെ സ്കിൻ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് അത് മനസ്സിലാവും. അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കും. അതിനെ പറ്റി ഒന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് നമ്മൾ പീൽസ് ചെയ്യുന്നത്? നമ്മൾ ഐഡിയലി ഒരു 4 weeks ഗ്യാപ്പിലാണ് പീൽസ് ചെയ്യേണ്ടത്. എവറി 4 weeks ഒരു 3 to 4 സിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇഫക്റ്റ് പേഷ്യൻസിന് ഉണ്ടാവും, നല്ല പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പേഷ്യൻസ് തിരിച്ച് എപ്പോഴും വരുന്ന ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീൽസ്. അപ്പോൾ അങ്ങനെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കോൺട്രാൻഡിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഫേസിൽ, ആക്നെ അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ പസ്റ്റ്യൂൾസ് ആയിട്ടുള്ള പസ്റ്റ്യൂൾസ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പീൽസ് അവോയ്ഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലിനോടുള്ള അലർജി, ഇത് മാത്രമാണ് കോൺട്രാൻഡിക്കേഷൻ. അല്ലാതെ വേറെ സിസ്റ്റമിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ വേറെ ഇതൊന്നും നമുക്ക് പീൽസ് കോൺട്രാൻഡിക്കേറ്റഡ് അല്ല. പിന്നെ പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിന് നമ്മൾ റെറ്റിനോൾ പീൽസോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല. കരുതി അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതല്ലാതെ വേറെ കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട് കെമിക്കൽ പീൽസിലേക്ക്. ഇനിയും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ നമ്മളൊരു നമ്പർ കൊടുക്കും. എന്തെങ്കിലും ക്വയറീസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ പീൽസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.